വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ മമ്മൂട്ടി എന്നോട് നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ ടീം ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ സംസാരിക്കേണ്ടി. അപ്പം എനിക്കിവിടെ ഏറ്റവും സന്തോഷം തോന്നുന്നത് 50 വർഷം എന്ന് ഞാൻ വളരെ ആലോചിച്ചൊന്നുമില്ല. ഈ ഫെഡറേഷനൊക്കെ കൂടി പറയുമ്പോഴാണ് ഈ 50 വർഷത്തിൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ 50 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ആയുസിൻ്റെ ഒരു വലിയൊരു ശതമാനമാണ്. അത് മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി വെറുതെ കളഞ്ഞൊരു പാർട്ടിയാണ് ഞാൻ. അത് അത്ര വലിയൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്രയും മനുഷ്യരെ ഇത്രയും വലിയ മനുഷ്യരെ കൂടി എൻ്റെ 50-ാം വർഷം എന്ന് പറഞ്ഞിട്ട് എന്നെ എംബരാസ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുമ്പോൾ അത്ര മോശമായിട്ടില്ല എൻ്റെ 50 വർഷങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. വലിയ സന്തോഷം. രേവതി ചേച്ചിക്ക് സംസാരിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നടന്ന ഈ മനോഹരമായ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി കൊച്ചിൻ ഫിലിം സൊസൈറ്റി സെക്രട്ടറിയും ഈ പരിപാടികളുടെ ജനറൽ കൺവീനറുമായ ബാലചന്ദ്രനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് കേരള ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ചന്ദ്രൻ മാഷിൻ്റെ അർത്ഥപൂർണമായ 50 വർഷങ്ങളുടെ ആഘോഷ പരിപാടികൾ ഞങ്ങൾ ഈ 4 ദിവസങ്ങൾ ഫെബ്രുവരി 27, 28, 26, 27, 28 തീയതികളിലായി എറണാകുളത്ത് നടത്തുകയാണ്. ചന്ദ്രേട്ടൻ്റെ 6 സിനിമകൾ, സെമിനാറുകൾ, ഓപ്പൺ ഫോറം, ഇന്നത്തെ ചന്ദ്രൻ മാഷിനെ അനുമോദിക്കുന്ന ചടങ്ങ്, ഇന്ന് അനുമോദന പരിപാടികൾ ഇവിടെ പൂർണ്ണതയിലെത്തുകയാണ്. ഈ സമയത്ത് ഈ ചടങ്ങ്, ഈ അനുമോദന സമ്മേളനം ഇത്ര ഭംഗിയാക്കി തരുവാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും നന്ദി പറയുക എന്നതാണ് എൻ്റെ കടമ. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച രാധാകൃഷ്ണൻ ചെറുവള്ളി സാർ, പുള്ളി ഫെഡറേഷൻ്റെ